പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അൻവർ നഹ സാഹിബാണ്. UAE KMCCയുടെ നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയാണ്. KMCCയെ ജനകീയവൽക്കരിക്കുക, അതുപോലെ തന്നെ ലോക സാധ്യതാ പട്ടികയിലേക്ക് കൊണ്ടുവന്നതിന് നേതൃത്വം കൊടുത്ത ഒരു വലിയൊരു വ്യക്തിത്വമാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം അതിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള പ്രവാസികളെ പറ്റി കൂടുതൽ ചർച്ചകൾ ഈ സമയങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രവാസി ലോകവും അതുപോലെ തന്നെ നമ്മളെ കേരളത്തിൻ്റെ GDP അതുപോലെ തന്നെ അങ്ങനെയുള്ള പല സംവിധാനങ്ങളും സംഭവ വികാസങ്ങളും വാർത്താ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം വ്യക്തികളെ നമുക്ക് കൊണ്ടുവരൽ അനിവാര്യമാണ് എന്നുള്ള അടിസ്ഥാനത്തിലാണ് അൻവർ ഖാനായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. അൻവർ ഖാൻ നമ്മളെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാം. ഓക്കെ അൻവർ ഖാൻ, ഇപ്പം പ്രത്യേകിച്ച് നേരത്തെ ഇൻട്രോയിൽ ഞാൻ പറഞ്ഞ പോലെ പ്രവാസികളും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെയും ഭരണകൂടങ്ങളും തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, അതല്ലെങ്കിൽ അതിൻ്റെ സംവിധാനങ്ങളെ പറ്റി നിങ്ങൾ പ്രവാസി കൂട്ടായ്മക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി എന്നുള്ള നിലക്ക് ഒന്ന് രണ്ട് സംഗതി അറിയാൻ വേണ്ടിയുള്ള ഒരു ആകാംക്ഷ ഉണ്ട്. എന്തായിരുന്നു നിങ്ങളുടെ ഒരു അഭിപ്രായം? ഇപ്പോൾ ഇന്ത്യയിൽ പ്രവാസം എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്. അത് ലോകത്തെപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിലേക്ക് തന്നെ പ്രവാസം ആയിട്ട് കടന്നു വന്നവരാണ് പിന്നീട് ഇന്ത്യയുടെ ഭരണാധികാരികളൊക്കെ ആയിട്ട് മാറിയത്. അതിനെ അത്തരത്തിൽ കൂടി നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ നിന്ന് നമ്മൾ തിരിച്ച് ഈ പ്രവാസം ആരംഭിക്കുകയാണ്. അത് അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട്, ഗൾഫ് നാടുകളിലേക്ക് പോയിട്ടുണ്ട്. അവിടെയൊക്കെ സാധ്യതകൾ വന്നപ്പം പോയി തുടങ്ങുന്നു. പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രവാസത്തിൽ വന്നിട്ടുള്ള അടിസ്ഥാനപരമായ മാറ്റമാണ്. ഇപ്പൊ 1960-കളിൽ ഗൾഫിൽ ഓയിൽ കണ്ടെത്തുന്നതോടു കൂടി ഉണ്ടായിട്ടുള്ള ഒരു ഒഴുക്കുണ്ട്. അപ്പൊ ഈ ഒഴുക്ക് വഴി കയറിപ്പോയ ആളുകളുടെ അന്നത്തെ സ്ഥിതി നോക്കുകയാണെങ്കിൽ അവര് ഒരു ജീവിതോപാധിയായിട്ടാണ്, ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഭക്ഷണം കഴിക്കാൻ, കുട്ടികളുടെ കല്യാണം നടത്താൻ, വീട് വയ്ക്കാൻ. അപ്പം ഇങ്ങനെ മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള, കുറച്ചും കൂടി കടുപ്പിച്ച് പറഞ്ഞാൽ മൗലികാവകാശമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിവൃത്തിയില്ലാതെ രാജ്യം വിട്ടവരെയാണ് നമ്മൾ ആദ്യകാല പ്രവാസികൾ എന്ന് പറയുന്നത്. അതൊരു 30-40 വർഷത്തോളം അത് തുടർന്നു. രണ്ടാം പ്രവാസത്തിന്റെ ഘട്ടം വന്നു. അതിന്റെ രണ്ടാം തലമുറയിലേക്ക് വന്നു. ആ തലമുറ എന്ന് പറയുന്നത് ഇപ്പൊ വിദ്യാഭ്യാസമില്ലാത്ത വാപ്പ പഠിപ്പിച്ച അതിവിദ്യാസമ്പന്നനായ ആളുകളുള്ള സ്ഥലമാണ് ഇന്ന് നമ്മുടെ ഈ ഏരിയ എന്ന് പറയുന്നത്. അതിന്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് ലോകത്ത് എവിടെയും നടക്കാത്തൊരു റവല്യൂഷനാണ്. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുടെ നെക്സ്റ്റ് സൺ അല്ലെങ്കിൽ ഡോട്ടർ ഇന്ന് അതിവിദ്യാസമ്പന്നനായി മാറുന്നൊരവസ്ഥ. അവിടെ നിന്ന് തുടങ്ങുന്ന രണ്ടാം ഘട്ട പ്രവാസവും കഴിഞ്ഞ് മുഴുവൻ ഗ്ലോബലൈസേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് കടന്നു വന്നിട്ടുള്ള നമ്മുടെ ഒരു ജെൻസി കൾച്ചർ എന്നൊക്കെ പറയാവുന്ന തരത്തിലേക്ക് പോയപ്പോൾ ആ പ്രവാസത്തിന്റെ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് മാറി. അത് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളിലേക്ക് പോവുക എന്നുള്ള തരത്തിലെത്തി. അൻവർക്ക് ഉദ്ദേശം എനിക്ക് തോന്നുക നമ്മുടെ UK-യിലേക്കും US-ലേക്കും ഉള്ള ഒരു പ്രവാസത്തിന്റെ ഒരു സംവിധാനങ്ങൾ ഇപ്പൊ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ ദുബായ്, അതെ, അവിടെ സെറ്റിൽഡ് ആവുക, റെസിഡൻസ് ആവുക എന്നുള്ളതൊക്കെ അങ്ങനെ തന്നെയാണോ? അതെ, ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ഈ ഒരു സെറ്റിൽമെന്റ് പിന്നെ ഒരു മെന്റാലിറ്റിയിലേക്ക്, ആറ്റിറ്റ്യൂഡിലേക്ക് ആളുകൾ എത്തി. മറ്റേ സെറ്റിൽമെന്റുകളിൽ ആലോചിച്ചിട്ടില്ല. തിരിച്ചു വരവാണ് എപ്പോഴും. നമ്മുടെ ജലീൽ സാഹിബിന്റെ പഴയ വരികളൊക്കെ, അബുദാബി കത്തൊക്കെ, പാട്ടൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു തിരിച്ചുവരവിന്റെ വിരഹ ദുഃഖത്തോടു കൂടി, വേദനയോടു കൂടിയാണ്, ആ നൊസ്റ്റാൾജിയാണ് അവിടെ പാസ് ചെയ്ത് പോയിരുന്നത്. തീർച്ചയായിട്ടും തിരിച്ചു വരുമ്പോൾ ഞാൻ എന്ത് കാണുമെന്നുള്ളതിന്റെ ആകുലതയാണ് അവർ പ്ലോട്ട് ചെയ്തിരുന്നത്. ഇന്നതല്ല. ഇന്ന് എല്ലാ വിദൂരത എന്ന് പറയുന്നത് ഇന്നില്ലല്ലോ. ഇന്നെല്ലാം നിയറസ്റ്റായി. നമ്മൾ എത്രത്തോളം അകലെയാണ് എന്നുള്ളത് കണക്കാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് ഇന്ന് വന്നു. അപ്പൊ അത്രയും മാറ്റങ്ങൾ പ്രവാസ ലോകത്തും വന്നു. പിന്നീട് ഇപ്പൊ ഗവൺമെന്റുകളുടെ സ്ഥിതി നേരത്തെ പറഞ്ഞതുപോലെ ബജറ്റുകൾ വരുന്നു പോകുന്നു. ഈ ഗവൺമെന്റുകളൊന്നും ഡൈനാമിക് ആയിട്ട് ഈ പ്രവാസ സമൂഹത്തെ അഡ്രസ് ചെയ്യുന്നില്ല. ഇപ്പം പ്രവാസികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രവാസികൾക്ക് കോമ്പീറ്റ് ചെയ്യേണ്ടത് ആരോടാ? 190 രാജ്യങ്ങളിലുള്ള അവിടുന്ന് വരുന്ന ആളുകളായിട്ടാണ്. അപ്പൊ ഈ കോമ്പിറ്റൻസി അവർ ഉണ്ടാക്കിയെടുത്ത്
അതിൻ്റെ കപ്പാസിറ്റി എൻഹാൻസ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് അവരുണ്ടാക്കിയെടുക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പെട്രോ ഡോളറെന്നോ അല്ലെങ്കിൽ മറ്റ് അമേരിക്കൻ ഡോളറെന്നോ എന്തും വിളിച്ചോട്ടെ, അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് വരുന്നത്. അവൻ സ്വന്തം പണ്ട് കാലത്ത് ലോഞ്ചിൽ പോയി, കപ്പലിൽ പോയി, വിമാനത്തിൽ പോയി കണ്ടെത്തിയ ജോലിയും തുടങ്ങിയ കച്ചവടവും. ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട യൂസുഫ് അലിക്ക് ആരും ഇവിടുന്ന് പറഞ്ഞയച്ചെന്നല്ലോ, ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് അല്ലെങ്കിൽ ഡിപ്ലോയി ആയിട്ട് പോയതൊന്നും അല്ലല്ലോ. അദ്ദേഹത്തിന്റെ മുൻഗാമികൾ പോയി, അദ്ദേഹം അതിലേക്ക് ചേർന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു മാജിക്കൽ ഗ്രോത്ത് ആണ്. അത് അദ്ദേഹത്തിന്റെ സമർപ്പണമാണ്. അതിന്റെ ഒരു പങ്കും അദ്ദേഹം ഇന്ത്യയുമായിട്ട് കൈകാര്യം ചെയ്യുന്ന സാധനങ്ങളും ഡോളറിലാണല്ലോ വരുന്നത്. അപ്പൊ ഇത്തരം ഡോളർ എക്കണോമിയിലേക്ക് നമ്മുടെ രാജ്യത്തിന് ഫ്രീ ആയിട്ട് ഡോളർ എക്കണോമി കിട്ടുക, മറ്റേത് രാജ്യത്തിനും ഡോളർ അവരുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് കടന്നു വരണമെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള എക്കണോമിക് ഓർ ഫിനാൻഷ്യൽ ആക്ടിവിറ്റി ചെയ്യണം. അതൊന്നുമില്ലാതെ പക്ക ഹ്യൂമൻ റിസോഴ്സ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഇന്നത്തെ ഏറ്റവും വലിയ സോഴ്സിങ് പവറാണ് 1960-കൾ മുതൽ ഈ നാടിനെ കാത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സംഭവമാണ്. എന്തുകൊണ്ടാണ് അതിനെ നമ്മൾ അത്ര വില കൽപ്പിക്കാത്തത് അല്ലെങ്കിൽ കാണാത്തത് എന്നുള്ളതാണ്. ഭരണകൂടത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾ നമുക്ക് പ്രത്യേകിച്ച് പറയുമ്പോൾ നമ്മുടെ മെമ്പർ ഓഫ് പാർലമെന്റ് അതല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് കയറി പോകുന്ന ആളുകൾക്ക് ഇതിനെപ്പറ്റിയുള്ള ധാരണ ഇല്ലാത്തത് കൊണ്ടാണോ? അങ്ങനെ ഇത് ധാരണയുടെ പ്രശ്നമല്ല. ഇപ്പം കുറെയൊക്കെ ആളുകൾ ഗൾഫുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന കുറെ ജനപ്രതിനിധികൾ നമുക്കുണ്ട്. പക്ഷെ ഒരു ഇച്ഛാശക്തിയോടുകൂടി ഒരു ടോട്ടൽ ഗവൺമെന്റ് മൂവ്മെന്റ് ഇതിൽ കാണുന്നില്ല. എല്ലാവരും ചെറിയ ചെറിയ കാര്യങ്ങളിൽ പാച്ചപ്പ് ചെയ്തു പോകുന്ന ഇന്ത്യൻ രീതിയാണ് അവലംബിക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഇപ്പം നമുക്കറിയാം, പിന്നെ ഈ ഇന്ത്യയിൽ നമ്മളിപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിഷയങ്ങളല്ല, നമ്മുടെ പാരൻസിന്റെ വിഷയങ്ങളാണ്. എൻ്റെ വാപ്പാക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളാണ് എൻ്റെ കാലത്ത് ഇന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് എനിക്കും അനുഭവിക്കാൻ പറ്റില്ല, പക്ഷെ എൻ്റെ മക്കളായിരിക്കും അത് അനുഭവിക്കുക. ഞാനൊരു ട്രാൻസിഷൻ ഗെയിം മാത്രമാണ്. അതേസമയം അമേരിക്കയിലാവട്ടെ, UAE-യിലാവട്ടെ, അല്ലെങ്കിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ, ഇപ്പോൾ ഡെവലപ്ഡായ ഗൾഫ് രാജ്യങ്ങളാവട്ടെ, അവിടെയൊക്കെ എൻ്റെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ചൈന പോലത്തെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള വളരെ ചിന്തിച്ച് കൈകാര്യം ചെയ്യുന്ന രാജ്യത്തൊക്കെ ഇനി പിറക്കാനിരിക്കുന്ന കുട്ടികളുടെ വിഷയമാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത തലമുറയുടെ ഇനി പിറക്കാനിരിക്കുന്ന തലമുറയുടെ കാര്യമാണ് ചൈന ഡീൽ ചെയ്യുന്നത്. മറ്റു കാര്യങ്ങൾ അവരുടെ ജീവിച്ചിരിക്കുന്ന തലമുറയാണ്. നമ്മൾ പിൻതലമുറയാണ് ഇപ്പോഴും അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വ്യത്യാസം, ഈ ഒരു വേഗതയിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ഇപ്പൊ ഇന്ത്യ ചൈനയെ മറികടക്കും, അല്ലെങ്കിൽ ഇന്ത്യ ഇത്രമാത്രം 4ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകും എന്നൊക്കെ പറയുമ്പോഴും അടിസ്ഥാനപരമായി ഇന്ത്യക്കാരൻ്റെ നിലവാരം എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പോയിന്റ്. ഇന്ത്യ എന്ന ഒരു രാജ്യം മേലോട്ടോ എത്രയോ പോയിക്കോട്ടെ, ഇന്ത്യക്കാരൻ അതനുസരിച്ച് പോകുന്നുണ്ടോ? അവൻ്റെ ഏണിംഗ് പവർ, അവൻ്റെ പർച്ചേസിങ് പവർ, അവൻ്റെ പെർ ക്യാപിറ്റ ഇതെവിടെ നിൽക്കുന്നു? ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇതിനെ അഡ്രസ്സ് ചെയ്യാതെയാണ് പലപ്പോഴും നമ്മൾ പോകുന്നത്. രാജ്യത്തിന് പല രീതിയിലുള്ള കാര്യങ്ങളോട് GDP-യും ഗ്രോത്തും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പ്രൈവറ്റ് ഇക്വിറ്റീസും FDIs ഒക്കെ വരുമ്പോൾ രാജ്യം സ്വാഭാവികമായിട്ടും മുന്നോട്ട്. കഴിഞ്ഞ ദിവസം ഒരു പബ്ലിക് സ്പീച്ചിൽ ഇപ്പം നമ്മുടെ ഓപ്പോസിഷൻ മിനിസ്റ്റർ പറഞ്ഞ VD സതീശൻ പറഞ്ഞ് സിയാൽ പോലത്തുള്ള പദ്ധതികളിൽ വൻകിട വ്യവസായികളെ കൊണ്ടുവരുന്നതിന് പകരം സാധാരണക്കാരായ നമ്മുടെ പ്രവാസികളുടെ കയ്യിൽ നിന്ന് ഷെയറുകൾ വാങ്ങിയിട്ട് അവരുടെ ഷെയറുടെ വലിയൊരു മാസ് ഓഫ് എക്കണോമി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് തിരിച്ചു വരാനും അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോഴും ആ സമയമാകുമ്പോൾ അവർക്കും അതുപോലെ തന്നെ നാടിനും വലിയൊരു ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളു. അങ്ങനത്തെ സംസാരങ്ങൾ പ്രത്യേകിച്ച് ഒപ്പോസിഷൻ മിനിസ്റ്ററിന്റെ അടുത്ത് നിന്ന് വരുമ്പോൾ അത്തരം രീതിയിൽ നിങ്ങളൊക്കെ ആ ഒരു പ്രത്യേകിച്ച് വല്ല ഭരണമാറ്റമൊക്കെ വരികയാണെങ്കിൽ, അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനത്തെ ലീഡർഷിപ്പുകൾ വരികയാണെങ്കിൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ നാട്ടിലുള്ള ഓണ്ടർപ്രണേഴ്സിനൊക്കെ വലിയ പ്രതീക്ഷകൾ കിട്ടുന്നുണ്ട്. അങ്ങനത്തെ കാഴ്ചപ്പാടുകളെ പറ്റി അതല്ല അങ്ങനത്തെ വല്ല പ്രപ്പോസലുകളോ നിങ്ങളെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നോ? പ്രപ്പോസൽസ് കൊടുക്കാത്ത പ്രശ്നമല്ല ഇതിലുള്ള. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഇതുവരെ വന്നിട്ടില്ല. നമ്മളിപ്പോഴും കയർ വ്യവസായത്തെ എങ്ങനെ
നിലനിർത്താം എന്നുള്ളതാണ്. അതിനെ മോഡേണൈസ് ചെയ്യുന്നത് പോലും നമ്മുടെ അജണ്ടയിലില്ല. ഈ ഗവൺമെന്റ്, ഇപ്പൊ നിലനിൽക്കുന്ന ഗവൺമെന്റിന്റെ ലോക കേരള സഭയിൽ അവതരിപ്പിച്ച പദ്ധതികൾ നോക്കുമ്പം അതിൽ ചില മോഡേൺ നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ ഒരു ഐഡന്റിറ്റി പ്രകടിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് കയർ വ്യവസായം. ഈ കയർ വ്യവസായത്തിന്റെ ഇന്നത്തെ ഒരു സാധ്യതയും അതിലേക്ക് വരുന്ന നമ്മുടെ അടിസ്ഥാനപരമായ തൊഴിലാളി വർഗത്തെയും കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണ്ടേ. എന്നാൽ അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റേജ് ഇന്ന് ലോകത്ത് എന്താ നടക്കുന്നത്, അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ശ്രമം പോലും ഇല്ല. സാധാരണഗതിയിൽ ഇപ്പം നിലനിൽക്കുന്ന ബോർഡുകളിൽ നിന്ന് ഇത്ര നിങ്ങൾക്ക് പിന്നെ ഗ്രാന്റ് കിട്ടും, അതാ നോർമൽ സാധനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സ്റ്റാറ്റിക് അപ്രോച്ചാണ് എടുക്കുന്നത്, ഡൈനാമിക് അപ്രോച്ച് അല്ല. അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മളൊരു പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള അപ്രോച്ചുകൾ എടുക്കാത്തോളത്തോളം കാലം പദ്ധതികളെല്ലാം പേപ്പറിലുണ്ടാവും, നടത്താൻ ആളുകൾ മുന്നോട്ട് വരില്ല. കാരണം അവർക്കതിൽ ഒരു ബിസിനസ് ഇനീഷ്യേറ്റീവ് കൊണ്ടുവരാൻ കഴിയില്ല. ഇപ്പൊ നേരത്തെ VD സതീഷിന്റെ കാര്യം പറഞ്ഞു. സതീശൻ ആ ഒരു എക്കണോമിക് സിസ്റ്റം എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള അടിസ്ഥാനപരമായി നല്ല ധാരണയുള്ള ആളാണ്. അപ്പൊ ഇപ്പൊ പ്രത്യേകിച്ച് മുന്നോട്ട് വരുന്നത് ഫിൻടെക് ഇൻഡസ്ട്രിയാണ്. ഫൈനാൻഷ്യൽ, അത് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇതാണ് ഇപ്പം വരുന്നത്. ഈ ഫിൻടെക് ഇൻഡസ്ട്രികളാണ് ഇനി വരുന്ന കാലത്ത് എല്ലാ രീതിയിലുമുള്ള ബിസിനസ്സുകളെയും ഇൻഡസ്ട്രികളെയും കൊമേഴ്ഷ്യൽസിനെയും ഒക്കെ ഒരു പരിധി വരെ ഇനി സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു മാധ്യമം അല്ലെങ്കിൽ ഒരു വേദി എന്ന് പറയുന്നത്. ആ പ്ലാറ്റ്ഫോമാണ് ഡെവലപ്പ് ചെയ്തത്. ഇപ്പം ലോകത്ത് അമേരിക്കയിൽ അല്ലെങ്കിൽ ഇപ്പം UK ഒന്നും വലിയ വലിയ കമ്പനികളോ അല്ലെങ്കിൽ വലിയ വലിയ പ്രൊഡക്ഷൻ സംഭവങ്ങളോ ഉണ്ടായിട്ടല്ലല്ലോ. പ്രൊഡക്ഷൻ എല്ലാം നടക്കുന്നത് അവർക്ക് വെളിയിലുള്ള രാജ്യത്തല്ലേ. ഇപ്പൊ ഇന്ത്യയിൽ എത്രമാത്രം പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ആരാ ഇതിന്റെ പിന്നെ ക്യാപിറ്റൽ അപ്രീസിയേഷനും അതിന്റെ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്? അത് ഇവിടെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഒരു ടീമിൻ്റെത് വരുന്നു. അതെ, ശരിയാ. എന്നുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്നത് ജോബ് ക്രിയേഷൻസ് മാത്രമാണ്. അതിലേക്ക് വേണ്ട ജോബ് ക്രിയേഷൻസ് അതൊരു പെയ്ഡ് വേജ് രൂപത്തിലേക്ക് പോകുള്ളൂ. പക്ഷെ ഇതിന്റെ ബാക്കിയുള്ള വാല്യൂ അഡീഷൻ നമുക്ക് കിട്ടുന്നില്ല. ഈ വാല്യൂ അഡീഷനാണ് ഇന്ന് ബിസിനസ് എന്ന് പറയുന്ന യഥാർത്ഥ സംഭവം. ഇന്ന് ഇത്ര പേർക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ വാല്യൂ അഡീഷൻ ഒരു രാജ്യത്തേക്ക് കൊണ്ടുവരുമ്പം ആ വാല്യൂ അഡീഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന തൊഴിലുകൾ, ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ്ങിൽ ഉണ്ടാകുന്ന തൊഴിലിന്റെ സാധ്യത എന്ന് പറഞ്ഞാൽ അവിടുത്തെ വർക്കേഴ്സിന്റെ കാറ്റഗറി നോക്കുക. അത് കഴിഞ്ഞ് അതിന്റെ നെക്സ്റ്റ് വാല്യൂ അഡീഷൻ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത് അതിനേക്കാൾ കൂടിയ രീതിയിലുള്ള തൊഴിൽ സാധ്യതയാണ്. അതായത് നമ്മുടെ ഡിഗ്നിറ്റി ഓഫ് ലേബർ പിന്നെ നമ്മൾ എല്ലായിടത്തും കീപ്പ് ചെയ്യണം. അതിൽ തന്നെ ഇപ്പം സാലറി സ്കെയിലുകൾ നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള സാലറി സ്കെയിലിന് ഒരു ലിമിറ്റ് ഉണ്ടാവും. അടുത്ത വാല്യൂ അഡീഷനിലേക്ക് വരുന്ന സാലറി സ്കെയിൽ മാറി, അതിന്റെ മേലോട്ട് പോകുമ്പോൾ അതും മാറി. അപ്പൊ ഈ സാലറി സ്കെയിലുകളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. അത് ഏതൊരു പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയിലാവട്ടെ. ഞാൻ ചോദിച്ചോട്ടെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രത്യേകിച്ചും ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകളെ ഒരു മാസ് ഓഫ് എക്കണോമി ഇവിടെ ഒരു ക്യാപിറ്റൽ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പം വിഴിഞ്ഞം അതുപോലെ തന്നെയുള്ള പദ്ധതികൾക്കൊക്കെ വലിയ കുത്തക ഇൻവെസ്റ്റേഴ്സാണ് ഇവിടെ വന്നത്. അതുപോലെ വലിയൊരു ക്യാപിറ്റൽ ഇതുപോലെ ശേഖരിച്ചിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഈ വാല്യൂ ആഡഡ് ആയിട്ടുള്ള നമുക്ക് റവന്യൂ ഒക്കെ ഇവിടെ തന്നെ നമുക്ക് സ്വരൂപിക്കാൻ പറ്റൂലേ? അതെ, അതിലൊരു വലിയൊരു ദീർഘവീക്ഷണല്ലേ ശ്രീ VD സതീശൻ പറഞ്ഞത് വലിയൊരു സംഭവം തന്നെയാണ്. അതില് ഇപ്പൊ ഇന്ത്യ ഫോളോ ചെയ്യുന്ന ഒരു പോളിസി ഉണ്ട്, ചൈന ഫോളോ ചെയ്യുന്ന ഒരു പോളിസി ഉണ്ട്. ഫിനാൻഷ്യൽ പോളിസിയും ഇതുപോലത്തുള്ള പിന്നെ കൺസ്ട്രക്ഷൻ ഇൻവെസ്റ്റ്മെന്റ് പോളിസികൾ. ഇത് ബേസിക് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത് ക്യാപിറ്റൽ ഓറിയന്റഡ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽസ് ആണ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയാണ്. കൊമേഴ്ഷ്യൽ ഒരുപാട് മീൻസ് ക്യാപിറ്റൽ പമ്പ് ചെയ്യേണ്ട വലിയ വലിയ പദ്ധതികളാണ് ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ വലിയ ആളുകൾക്ക് മാത്രമേ ഇതിൽ കളിക്കാൻ പറ്റുള്ളൂ. ഇപ്പം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വളർന്നു വന്ന കോർപ്പറേറ്റുകളുടെ പേര് നമ്മൾ പറയണ്ടല്ലോ. ആലോചിച്ച് നോക്കൂ,
സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു തെങ്ങ് നട്ട് അതിൻ്റെ തേങ്ങ ഉണ്ടാകുന്നതിന് മുമ്പ് ഇന്ത്യയിലെ 1-ാം നമ്പർ കോർപ്പറേറ്റ് ആയിട്ടൊരു കമ്പനി മാറുകയാണ്. എങ്ങനെ? വാട്ട് ഈസ് ദ മാജിക്? അപ്പൊ ഇത്ര എല്ലാം ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ്. ചൈനയിൽ ക്യാപിറ്റൽ ഇന്റൻസീവിന് പകരം അവർ നേരത്തെ പറഞ്ഞ കുറച്ചും കൂടി പരന്ന രൂപത്തിലുള്ള ഒരു രൂപമാണ്. എല്ലാവർക്കും ഒരു തൊഴിലെടുക്കുന്നു. ആ തൊഴിൽ വഴി പിന്നെ അവരുടെ ഇപ്പം ബാങ്കിങ് സിസ്റ്റം, ഇപ്പം കുറച്ച് കമ്പനികൾ മാത്രം സമ്പന്നരാകുന്ന കാലത്ത് അവർക്ക് അവരുടെ ബാങ്ക് അവർക്ക് മാത്രം സഹായിക്കുന്നു. ഇപ്പം 10 കോർപ്പറേറ്റുകളും 45 ബാങ്കും ഇവർ തമ്മിൽ കിടക്കുന്ന ഒരു മെക്കാനിസത്തിലേക്കാണ് പോകുന്നത്. നേരെ മറിച്ച് ഇപ്പൊ ചൈനയിലാണെങ്കിൽ അത് ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. അത് സ്മോൾ ആൻഡ് മീഡിയം സ്കെയിലിൽ ചൈന ഡെമോക്രറ്റ് ചെയ്തു, ജനാധിപത്യവൽക്കരിച്ചു അവരുടെ ഫൈനാൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ സൈഡ്. അവർക്ക് നിങ്ങൾ ഈ പറയുന്നതൊക്കെ, നമ്മുടെ ഈ പറഞ്ഞതൊക്കെ ശരിക്ക് ഒരു എന്താ പറയാ, ഒരു തട്ടിലുള്ള വിഭാഗം ആളുകൾക്ക് മാത്രമേ ചിലപ്പോൾ മനസ്സിലാവുകയുള്ളൂ അല്ലെങ്കിൽ ഉൾക്കൊള്ളൂ. പല ആളുകളും ഒരു പൊളിറ്റിക്കൽ സൈഡിൽ നിന്നിട്ട് ഇന്ന പാർട്ടിയുടെ അതിനു വേണ്ടി മാത്രം എന്നുള്ള സൈഡിലേക്കാണ് പോകുന്നത്. അതെ, ഇതിലിപ്പോ പാർട്ടി എന്നുള്ളതൊക്കെ കടന്നു വരുന്നുണ്ട്. ഇതെല്ലാം ഇപ്പം ചൈന ശ്രദ്ധിച്ചത് സ്മോൾ ആൻഡ് മീഡിയം സ്കെയിലിലൂടെ ഒരുപാട് പേർക്ക് അവസരങ്ങൾ കൊടുത്തു. ഈ ഒരുപാട് പേരിൽ നിന്ന് ബാങ്കിലേക്ക് അവരുടെ ഡിപ്പോസിറ്റ് വരുന്നു. ആ ഡിപ്പോസിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ സംരംഭങ്ങൾക്ക് ചൈന തുടക്കം കുറിക്കുന്നു. അപ്പൊ ആ സൈക്കിളിൽ, ഇതൊരു സൈക്കിളാണല്ലോ, നമ്മൾ ബിസിനസ് സൈക്കിൾ എന്ന് പറയാറുണ്ട്. ഈ സൈക്കിളിൽ എല്ലാവരും വന്നു. സാധാരണക്കാരനായ, അതാണ് ഡെമോക്രറ്റ് ചെയ്തു, ജനാധിപത്യവൽക്കരിച്ചു. അതുവഴി എല്ലാവരും ഈ ഫിനാൻഷ്യൽ സൈക്കിളിൽ വന്നു. ഇനി ഇന്ത്യയിലെ ഫിനാൻഷ്യൽ സൈക്കിളിൽ ആരാളുള്ളത്? ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം അവന് സാധനങ്ങൾ വാങ്ങുക എന്നുള്ള ഒരു ആക്ടിവിറ്റി ഉള്ളൂ. അപ്പൊ അതിനിവിടെ ലക്ഷറി ബ്രാൻഡുകൾ എല്ലാവരും ഇവിടെ വന്നു. നമ്മളിപ്പോൾ പുറത്ത് ഒരു സ്ട്രീറ്റിലൂടെ പോകുമ്പോൾ നമുക്ക് ഒരു തെറ്റിദ്ധാരണ വരും, ഇവിടെ എല്ലാ ഹൈ എൻഡ് ലക്ഷറി ബ്രാൻഡുകളും ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ വളരെ ഉയർന്നു എന്നുള്ള രൂപത്തിലേക്കാണ് നമ്മുടെ ചിന്ത പോകുന്നത്. ഇപ്പം ന്യൂയോർക്കിൽ കാണുന്ന ലക്ഷറി ബ്രാൻഡ് കോഴിക്കോട്ടും എറണാകുളത്തും ചെന്നൈയിലും ബാംഗ്ലൂരിലൊക്കെ കാണാൻ കഴിയുന്നു. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ എത്തി എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ പോകുന്നു. പക്ഷെ അവിടെയാണ് നമ്മളെ എല്ലാവരും എത്തിയിട്ടില്ല. ഒരു പെർസെൻറ്റേജ് ഓഫ് ആളുകളാണ് എത്തിയിട്ടുള്ളത്. നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യം ഡെമോക്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ജനാധിപത്യവൽക്കരിച്ചുകൊണ്ട് ബിസിനസ് രംഗം അല്ലെങ്കിൽ വാണിജ്യ രംഗം, തൊഴിൽ രംഗം മാറ്റുക എന്നുള്ളിടത്ത് നമ്മൾ എടുക്കേണ്ട അടിസ്ഥാനപരമായ പോളിസി മാറിപ്പോയിട്ടുണ്ട്. അതാണ് അദ്ദേഹം പിന്നെ ചൂണ്ടിക്കാണിച്ചത്. അതെ. ഓക്കെ, ഈ ഇപ്പോഴത്തെ ഈ ഗവൺമെന്റിന്റെ ഈ പോളിസികൾ എത്രത്തോളം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഉപയോഗപ്പെടുത്താൻ പറ്റും? അതല്ലെങ്കിൽ അത്തരത്തിൽ വല്ല അപ്പീലും പ്രവാസികൾ ചെയ്യുന്നുണ്ടോ? പക്ഷെ എന്നും പ്രവാസികളെ തന്നെയാണ്, അല്ലെങ്കിൽ ഈ നിൽക്കുന്ന ആളുകൾ ഈ തരത്തിൽ തന്നെയാണ്. സർക്കാരും അതിനോട് യോജിച്ച് നിൽക്കുന്ന കോർപ്പറേറ്റുകളും വളരുക എന്നുള്ളത്, അതിനൊരു മാറ്റം വരാന് എന്താന്നുള്ളത് വല്ലതും നിങ്ങളെ ഭാഗത്തുനിന്നും, പ്രത്യേകിച്ച് KMCC എന്നൊക്കെ പറയുമ്പോൾ പലരും പറയും അതൊരു മുസ്ലിം ലീഗിന്റെ ചാരിറ്റി സംഘടനക്ക് ഫണ്ട് റൈസ് ചെയ്യുന്ന ഒരു സംഘടന മാത്രമാണെന്ന്. ഒരു ചാലഞ്ചിങ് പവറോ അല്ലെങ്കിൽ ഒരു അപ്പീലിംഗ് പവറോ ഒക്കെ ആയിട്ട് എന്തുകൊണ്ട് ഈ പ്രവാസി സംഘടനകൾ മാറുന്നില്ല? അതല്ലെങ്കിൽ ഇപ്പൊ മുഖ്യമന്ത്രി വിളിക്കുന്ന, അതായത് പാർട്ടികൾ വിളിക്കുന്ന വേദികളിൽ ഒരു ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുന്ന ഒരു വിഭാഗം മാത്രമായിട്ട് കൂടെ എന്തുകൊണ്ട് ഒരു ചോദിക്കാനും അതുപോലെ തന്നെ എന്താ പറയാ ഒരു ബാർഗൈനിങ് പവറായി മാറാൻ സർക്കാരിന്റെ ഭാഗമാകാൻ നിങ്ങൾ ശ്രമം നടത്തുന്നില്ല എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉണ്ട്, സാധാരണക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ KMCCയെ സംബന്ധിച്ച് ഇന്ന് ഏതാണ്ട് 70 പരം രാജ്യങ്ങളിൽ ശക്തമായ സാന്നിധ്യമുള്ള ഒരു പ്രവാസി വിഭാഗമാണ്. അപ്പം അമേരിക്കയിലെ 54 സ്റ്റേറ്റ് അമേരിക്കയിലുള്ളത്, അതിൽ 30 സ്റ്റേറ്റുകളിലും സജീവമായ സാന്നിധ്യം നമ്മളെ KMCCക്കുണ്ട്. യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലുമുണ്ട്. ആഫ്രിക്കയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇന്ന് KMCCയുടെ സംഘടനാ സംവിധാനം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഗൾഫ് മേഖലകളിൽ, GCC മേഖലകളിൽ ഞാൻ പറയേണ്ടതില്ല. അവിടെ നമ്മുടെ പ്രവർത്തനങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് നടക്കുകയാണ്.
അപ്പം തീർച്ചയായിട്ടും KMCC സംബന്ധിക്കുന്നത് ഇന്നത് ഗ്ലോബൽ ആയിട്ടുള്ളൊരു അസോസിയേഷനാണ്. ഇനി അതാത് സമയങ്ങളിൽ KMCCയുടെ നേതാക്കന്മാർ ഏറ്റെടുത്തിട്ടുള്ള ഇഷ്യൂസ് നോക്കുകയാണെങ്കിൽ ആദ്യകാലത്ത് അത് യാത്രാ പ്രശ്നമായിരുന്നു, പിന്നീട് എയർപോർട്ടുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു, പിന്നീട് വന്നത് ഇവർക്ക് കൂടി പങ്കാളിത്തം കൊണ്ടുവരാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു ഈസി ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം. കാരണം ഇവരൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത് എന്താ, സിംഗിൾ വിൻഡോ സിസ്റ്റം ബിസിനസ് ക്ലൈമറ്റിലാണ് ഇന്ന് ഏതൊരു പ്രവാസിയും ജീവിക്കുന്നത്. ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന നൂലാമാലകൾ കൊണ്ട് അവന് ജീവിക്കാൻ കഴിയില്ല. ഇപ്പോ നമുക്ക് കണ്ണൂരിലെ ഒരു വ്യവസായി ആത്മഹത്യ ചെയ്തു.